റെസ്പെക്റ്റ് അത് നമ്മൾ മനസ്സിൽ നിന്ന് തോന്നിക്കൊടുക്കേണ്ടതാണല്ലോ ഒരാൾക്ക്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർക്കാണ് കേട്ടോ, ജനങ്ങൾക്ക് ബാധകമല്ല. അവർ പറയുന്നത് ഈ പൊതുജനങ്ങൾ കൊടുക്കുന്ന അപേക്ഷകളിന്മേൽ തിരിച്ച് മറുപടി കൊടുക്കുമല്ലോ, ആ മറുപടി കൊടുക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥർ മറുപടിക്ക് മുമ്പ് ബഹു മുഖ്യമന്ത്രി, ബഹു മന്ത്രി എന്ന് ചേർക്കണം. ഈ ബഹു എന്നുള്ളത് ബഹുമാനപ്പെട്ട, ഈ ബഹുമാനം തിരിച്ചു കിട്ടുന്നില്ല ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്ന് തോന്നിയിട്ടാണോ ഈ മാതിരി ഏർപ്പാടുകളുമായിട്ടൊക്കെ ഇപ്പോൾ വരുന്നത്? ഇതിനെ ഒരു 4-5 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ജനങ്ങൾ ബഹു എഴുതണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ കടലാസുകളിൽ ഒന്നും ബഹു കാണാത്തത് കൊണ്ട് നാട്ടിലെ ഞങ്ങളുടെ ബഹുമാനം പോയോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ട് വേണമെങ്കിൽ വരാം. അപ്പോൾ അത് ജനങ്ങൾ നിർത്തിയെങ്കിലും ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന കത്തിൻ്റെ മറുപടി ആയിട്ടാണല്ലോ അത് ബഹു എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ബഹു ആരാ വായിക്കണേ? നാട്ടുകാരാണല്ലോ വായിക്കണേ. നിന്നെക്കൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിച്ചാലും ഞങ്ങൾ നിന്നെക്കൊണ്ട് ഇത് വായിപ്പിച്ച് അടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ നിങ്ങൾ വായിച്ചേ പറ്റൂ. അപ്പോൾ വീട്ടിൽ പിള്ളേരിരിക്കണമെങ്കിലും അവരെടുക്കുമ്പോഴും ആദ്യം കാണൂല ബഹു. അപ്പോൾ ബഹു എന്നുള്ളത് കുത്തണല്ലോ. അപ്പോൾ കാരണന്മാരോട് ചോദിക്കുക, അച്ഛാ അല്ലെങ്കിൽ അമ്മ ഈ ബഹു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുക. അപ്പോൾ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി. എന്തിനാ ഈ കോമാളിത്തരം കാണിക്കേണ്ട കാര്യം? മന്ത്രിയാണെന്നുള്ളത് ജനത്തിനറിയാം. മന്ത്രിക്ക് പിന്നൊരു ബഹുമാനം വേറെ കൊടുക്കുന്നത് അത് പിടിച്ചു വാങ്ങേണ്ടതല്ല. ബഹുമാനം എന്ന് പറയുന്നത് ജനങ്ങൾ അറിഞ്ഞു കൊടുക്കപ്പെടുന്നതാണ്. അത് ചിലത് നമ്മൾ ബഹുമാനം അറിയാതെ എഴുതും. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് വരും, അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ട ഒരാളാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നിബന്ധനയും നിയമമൊന്നും വേണ്ട. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ഉദ്യോഗസ്ഥർക്ക് അമിത ബഹുമാനം, രാജഭക്തി കൂടും. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള കുറേ സെക്രട്ടറിമാരും ആൾക്കാരും ഒക്കെ ഈ സെക്രട്ടേറിയറ്റിലുണ്ട്. കാരണം അവൻ കാലുവാരാൻ ഉദ്ദേശിച്ചിട്ടുമായിരിക്കാം, പണി കൊടുക്കാനും ഉദ്ദേശിച്ചിട്ടായിരിക്കും. അപ്പോൾ അവൻ എഴുതിയേക്കുന്ന ഒരു പണിയായിട്ടും വേണമെങ്കിൽ വരാം ഇത്. അതായത് ഭരണപരിഷ്കാരം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വക അവനും പറയാലോ, എൻ്റെ മക്കളോട് ഞാൻ ആയിട്ടാണ് ഇങ്ങനെ മുഖ്യമന്ത്രിനെ ബഹുന്ന് ചേർക്കണമെന്നുള്ള ഉത്തരവിട്ട് അണ്ടർ സെക്രട്ടറി ഞാനാണ്, ആ മഹാൻ ഞാനാണെന്ന് അച്ഛന് മക്കളോട് പറഞ്ഞ് രസിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. സാർ, ഇതിന് ഞാൻ ചോദിക്കുന്നത്, ഈ ജനങ്ങൾക്ക് വിലയില്ല എന്നുള്ളത് സർക്കാരിന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ കൂടി ഇവർക്ക് വിലയില്ലാതെയായി, അതുകൊണ്ടൊരു ഇമ്പോസിഷൻ കൊടുക്കുന്നതായിരിക്കും. അല്ല, ഇമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒപ്പിട്ടേക്കണവൻ ആലോചിക്കണ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഒരു അണ്ടർ സെക്രട്ടറി ആണല്ലോ ഒപ്പിട്ടിരിക്കുന്നത്. അവനോടിത് ആര് പറഞ്ഞു എന്ന് മാന്യമായിട്ട് അവൻ പറയേണ്ടതാണ്. അതായത് എന്നോട് ഇന്ന സെക്രട്ടറി പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ സെക്രട്ടറി പറയണത് എന്നോട് ഇന്ന മന്ത്രി പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നാട്ടിൽ ബഹുമാനം കുറവാണ്, അതുകൊണ്ട് ഈ കൊടുക്കണ മറുപടികളിലൊക്കെ ബഹുമാനം എഴുതണം എന്ന് മുഖ്യമന്ത്രിയോ സെക്രട്ടറിമാരോ പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറയണം. അത് സർക്കാർ ചോദിക്കണം. അങ്ങനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടോ എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കണ വിഷയത്തിൽ. കാരണം ജനങ്ങൾ അങ്ങനെ കൊടുക്കുന്ന അപേക്ഷകളിൽ എഴുതണ്ട എന്ന് ഉത്തരവിറക്കിയ ഒരു സർക്കാരിനെ കരിവാരിത്തേക്കാനും ഇത് ചെയ്യാം ഉദ്യോഗസ്ഥർക്ക്. കാരണം അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഇതെന്താ ഇങ്ങനെ ഈ എഴുതണ്ട എന്ന് പറഞ്ഞേക്കണേ, എന്നാൽ ഇവനിട്ടൊരു പണിയായിക്കോട്ടെ എന്ന് നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെ തിരിച്ചു വരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തെറ്റായിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഈ രാജഭരണ കാലഘട്ടത്തിനും അതിനു മുമ്പുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം അല്ലെങ്കിൽ പ്രഖ്യാപിത നയം തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളത്. ആ നയം നിലനിൽക്കെ ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. അപ്പോൾ അതിനത് മറുപടിയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ആരാണ് ഇത്തരത്തിൽ മറുപടി കൊടുക്കുമ്പോൾ, പൊതുസമൂഹത്തിന് മറുപടി കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെന്നും എഴുതണമെന്ന് ഈ പറയുന്ന ഭരണപരിഷ്കാരത്തിലെ അണ്ടർ സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ആര് ചുമതലപ്പെടുത്തി, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് പൊതുസമൂഹത്തിനോട് പറയാനുള്ളൊരു വലിയ ഉത്തരവാദിത്തം ആ ഉദ്യോഗസ്ഥനുണ്ട്. അതല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനുണ്ട്. അതല്ലെങ്കിൽ ഇവിടുത്തെ
മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് സാർ പറഞ്ഞത് ഭരണപരിഷ്കാര വകുപ്പിൻ്റെതാണ് ഈ ഉത്തരവ്. ഈ വകുപ്പിന് ഈ ഒരു നിർദ്ദേശം ആര് കൊടുത്തു എന്ന് പറയണം. അവരാണല്ലോ പറയണ്ടേ. അതെ. കാരണം ഞങ്ങൾക്ക് ബഹുമാനക്കുറവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എഴുതി ബഹുമാനം വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മന്ത്രി പൂങ്കവനെ നമുക്കൊന്ന് കണ്ട് സന്തോഷിക്കാമല്ലോ. ഈ മന്ത്രി പൂങ്കവനാണ് ഇങ്ങനെ തീരുമാനിച്ചെന്നുള്ളത്. അതൊരു തരത്തിലൊരു ഗതികേടാണ്. ഈ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ ആര് കൊടുത്താലും ഗതികേടല്ലേ ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആളെ നമുക്കൊന്ന് പൂവിട്ട് പൂജിക്കേണ്ട ആളായിരിക്കുമല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു ബഹുമാനവും ഇല്ലാത്ത ആളായിട്ട് വേണോ അങ്ങനെ പറയണമെങ്കിൽ. അല്ലെങ്കിൽ വേറൊരു ഈ മാനസികാവസ്ഥയുണ്ട്. ആര് ഈ നാളുകളായിട്ടൊക്കെ എന്നെ ബഹുമാനം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പം അത് ഇല്ലാണ്ടായല്ലോ. വരണ കത്തിലൊന്നും കാണാനില്ല ബഹുമാനം. അങ്ങനെയാണെങ്കിൽ കൊടുക്കണ കത്തിലെങ്കിലും ബഹുമാനം കൊടുക്കാൻ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ആളുകളെ ഒന്ന് തിരിച്ചറിയണം, പൊതുസമൂഹം അറിയണം ആരാണ് ഇത്തരത്തിലൊരു ഉത്തരവിനുള്ള ഇത് കൊടുത്തത്. അതല്ലാതെ മറ്റേപ്പാട ചെയ്തതെന്നുണ്ടെങ്കിൽ അവനെ ഒരു 4 പ്രാവശ്യമെങ്കിലും ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി ഏത്തൊഴിക്കേണ്ട സ്ഥിതിയാണ്. അവന് ഇത്ര വലിയ ആത്മാർത്ഥത ഈ സർക്കാരിനോട് കാണിക്കേണ്ട കാര്യമില്ല. വലിയ രാജഭക്തി കാണിക്കേണ്ട ആവശ്യം ഈ വിഷയത്തിലില്ല. അതായത് ഇതൊക്കെ വിചിത്രമായ ചില കഥാപാത്രങ്ങളും വളരെ വിചിത്രമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇതൊക്കെ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരാണെങ്കിൽ അതിന് ഈ ഒരു തമാശയായിട്ടെങ്കിലും നമുക്ക് എഴുതി തള്ളിക്കളയാം. പക്ഷേ കൃത്യമായൊരു നിലപാടുകളുള്ള ഒരു സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാഴ്ചപ്പാടുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ഈ പറയുന്ന മുകളിൽ നിന്ന് കൊടുക്കുന്ന മറുപടികൾക്ക് ഞാൻ ബഹുമാനപ്പെട്ടവനാണ് എന്ന് സ്വയം എഴുതി കൊടുക്കണം എന്ന് പറയുന്നത് തികച്ചും മ്ലേച്ഛമായിട്ടുള്ളൊരു കാര്യമാണ്. അത്തരത്തിൽ അങ്ങനെ കാണാൻ പാടില്ലല്ലോ. അത്തരത്തിലല്ലല്ലോ ഒരു മറുപടി കൊടുക്കേണ്ടത്. ഞാൻ കൊടുക്കുന്ന കത്തിൽ ഞാൻ ബഹുമാനപ്പെട്ടവനാണെന്ന് എഴുതണമെന്തിനാ? ഞാൻ ഒപ്പിടുന്ന കത്തിനകത്ത് അതിനകത്ത് സാധാരണക്കാരനായിട്ടുള്ള ഈ മന്ത്രി എന്ന് പറയുന്നതാണ് ഡെസിഗ്നേഷൻ. അതുമാത്രമല്ലേ പറയേണ്ട കാര്യമുള്ളൂ. ഇന്ന മന്ത്രി അല്ലെങ്കിൽ ഇന്ന വകുപ്പിൻ്റെ മന്ത്രി. അതിന് പകരം ഞാൻ ബഹുമാനിതനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്ക് തരം താണു പോകാൻ പാടില്ല. അപ്പോൾ ആ ഉത്തരവ് കൊടുത്തത് ആരാണെന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ ചിന്തയുള്ള സർക്കാർ അങ്ങനെ ഒരു ഉത്തരവിന് ആരെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും തയ്യാറാവണം. അതൊരു മാതൃകയാവണം. അങ്ങനെയല്ല ബഹുമാനം വേണ്ടത്. ബഹുമാനം വരേണ്ടത് ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്ന്, ഞങ്ങളെടുക്കുന്ന നയപരമായ നിലപാടുകളിൽ നിന്നാണ് ബഹുമാനത്തിൻ്റെ വാക്ക് ജനങ്ങളിൽ നിന്ന് ഉണ്ടാവണം. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് എന്നെ ബഹുമാനിക്കണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ഥിതി സർക്കാരിന് ഭൂഷണമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.